ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കേക്ക് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പല രീതിയിലുള്ള കേക്കുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ബേക്കറികളിൽ, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിർമ്മിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയുള്ള കേക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ചില ആൾക്കാരുണ്ടാക്കുന്ന കേക്ക് വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ള സ്പോഞ്ചി എഫക്റ്റും, ആ കേക്കുകളിൽ അവരുടെ തനിമയായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുമാണ്. സ്വാഭാവികമായിട്ടും കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ബേക്കറികളിലെ കേക്കുകളേക്കാൾ കൂടുതൽ നമ്മുടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, വാങ്ങാൻ താല്പര്യം കാണിക്കുന്ന വീടുകളിൽ ഉണ്ടാക്കുന്ന കേക്കുകളാണ്. കാരണം ബേക്കറികളിൽ ഉണ്ടാക്കുന്ന കേക്കുകളിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കേക്കുകൾ ആരോഗ്യത്തിന് അത്ര പറ്റിയ സാധനങ്ങളല്ല. നമുക്കറിയാം, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പലതരം കേക്കുകൾ നമ്മൾ കാണാറുണ്ട്. വാനില കേക്ക് അല്ലെങ്കിൽ സ്പോഞ്ച് കേക്ക് എന്നുള്ള രീതിയിൽ നല്ല മയത്തിലുള്ള, നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്ന കേക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അത് മാർബിൾ കേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ മാർബിൾ കേക്കാകുന്നു. മാർബിളിൻ്റെ ഡിസൈനിൽ മാർബിൾ കേക്ക് കാണാൻ ഭംഗിയുള്ള മാർബിൾ കേക്കുകളാകുന്നു. അത് നമ്മുടെ പഴങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ ക്യാരറ്റ് കേക്ക്, ചക്കപ്പഴം ചേർത്തിട്ടുള്ള കേക്ക്, മാമ്പഴം ചേർത്തിട്ടുള്ള കേക്ക്, പൈനാപ്പിൾ ചേർത്തിട്ടുള്ള കേക്ക്, അങ്ങനെ പല കേക്കുകൾ നമ്മൾ കാണാറുണ്ട്. അതെല്ലാം അതാത് പഴങ്ങളുടെ തലത്തിൽ രുചി നമുക്കുണ്ടാക്കി തരുന്നുമുണ്ട്. ക്രിസ്മസ് സമയങ്ങളിൽ, പ്രത്യേക ആഘോഷ സമയങ്ങളിലെല്ലാം നമ്മൾ പ്ലം കേക്കിലേക്ക് പോകാറുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സാധാരണ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് എന്നിങ്ങനെയുള്ള തലങ്ങളിലേക്കുള്ള കേക്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല രുചിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ നമ്മുടെ വീടുകളിൽ കേക്ക് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേക്ക് നിർമ്മാണത്തിനെല്ലാം നമ്മൾ ഓവൻ ഉപയോഗിക്കുന്നുണ്ട്. ഓവൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ഇഡ്ഡലി കുക്കർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ പാനുകളിലും ഉണ്ടാക്കുന്ന രീതി നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൈകളിൽ ലഭ്യമായ പാത്രങ്ങൾ ഏതാണോ, ഓവൻ ഇല്ല എന്നുള്ളത് കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഇപ്പോൾ പൊതുവെ ആൾക്കാരിലില്ല. ഓവൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, അത് കണക്കിന് ഡ്രൈ ആയിട്ട് കേക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഈ കേക്ക് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് OTG ഓവനാണ്. ഓവൻ ടോസ്റ്റർ ഗില്ലർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഓവനാണ്. അതിനകത്താണെങ്കിൽ നമുക്ക് ബേണർ, അടിയിലും മുകളിലും ബേണർ ഉണ്ടാവും. ചില ഓവനുകളിൽ അടിയിലെ ഓവൻ മാത്രം പ്രവർത്തിപ്പിച്ചാൽ മതിയാകും. മറ്റു ചില ഓവനുകളിൽ അടിയിലത്തേതും മുകളിലത്തേതും ബേണർ പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നുണ്ട്. അത് ആ ഓവൻ മേടിക്കുന്ന സമയത്ത് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ചെയ്താൽ മതിയാകും. ചില ഓവനുകളിൽ അടിയിലത്തെയും മുകളിലത്തെയും ബേണർ ഒരുപോലെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ഓവനകത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങളിലേക്ക് ഒന്ന് കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് 4 സാധനങ്ങളാണ് കേക്ക് നിർമ്മാണത്തിന് അത്യാവശ്യമായിട്ട് വരുന്നത്. അതിലൊന്നാമത്തെ മൈദാപ്പൊടിയാണ്. രണ്ടാമത്തെ പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന കാസ്റ്റർ ഷുഗർ എന്നുള്ള പേരിലാണ് പഞ്ചസാര പൊടിച്ചു വരുന്ന പഞ്ചസാര പൊടിയാണത്. മൂന്നാമത്തേത് നമ്മൾ മുട്ടയാണ് എടുക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ എടുക്കേണ്ടത് ബട്ടറാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ
ബേസിക് ആയിട്ടുള്ളൊരു കേക്ക് നിർമ്മാണത്തിൽ ഉപയോഗിക്കേണ്ടത് മൈദാപ്പൊടിയ, പഞ്ചസാരപ്പൊടിയ, ഉപ്പില്ലാത്ത ബട്ടർ, നാലാമതായിട്ട് നമ്മൾ എടുക്കേണ്ടത് മുട്ടയാണ്. ഇതെല്ലാം തുല്യമായ അളവിലാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. നമ്മൾ 200 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാമാണ് മൈദാപ്പൊടി എടുക്കുന്നതെങ്കിൽ എടുക്കേണ്ട പഞ്ചസാരയുടെ അളവ് 100 ഗ്രാമാണ്, എടുക്കേണ്ട മുട്ടയുടെ അളവ് 100 ഗ്രാമാണ്, എടുക്കേണ്ട ബട്ടറിൻ്റെ അളവ് 100 ഗ്രാമാണ്. അതാണ് ബേസിക് ആയിട്ടുള്ള കേക്ക് നിർമ്മാണത്തിന് ചേരുവ. അതിന് കൂട്ടത്തിൽ ചേർക്കേണ്ടത് പിന്നെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ സോഡാപ്പൊടിയുമാണ്. സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നത് അല്ലെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പൊങ്ങി വന്ന് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് വാങ്ങി വയ്ക്കുന്ന സമയത്ത് ആ പൊങ്ങി വന്ന് അതേപടി താന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ ചേർക്കുന്ന സോഡാപ്പൊടിയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും സ്ട്രെങ്ത് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനാവശ്യമുള്ള സ്ട്രെങ്ത് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചോ ആ കാര്യങ്ങൾ ഭാഗികമായി മാത്രം നടക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. പലപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പോരായ്മ അത് തന്നെയാണ്. സോഡാപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സോഡാപ്പൊടി 1 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്ത് ഒരു ഔൺസ് വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വിനാഗിരി പതഞ്ഞു പൊങ്ങുന്നുവെങ്കിൽ ആ സോഡാപ്പൊടിക്ക് സ്ട്രെങ്ത് ഉണ്ട്. ഇനി നമ്മൾ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ബേക്കിംഗ് പൗഡറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം പതഞ്ഞു പൊങ്ങുന്നുവെങ്കിൽ ആ ബേക്കിംഗ് പൗഡറിന് ഗുണനിലവാരമുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെങ്ത് നമ്മൾ ആദ്യമേ ഒന്ന് പരിശോധിച്ചൊന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊങ്ങി വരുന്ന പ്രവർത്തനം ഭാഗികമായി മാത്രമേ നടക്കൂ. നമുക്ക് ആവശ്യമായ രീതിയിൽ നന്നായിട്ട് അത് പൊങ്ങി വരുന്ന ഒരു പ്രവർത്തനം നടക്കില്ല. സാധാരണ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ പകുതി താഴെ മാത്രം ഒഴിച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗം മുഴുവൻ കേക്ക് പൊന്തി വരുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെ പൊന്തി വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോഡാപ്പൊടിക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറിന് ആവശ്യത്തിനുള്ള ഗുണനിലവാരം ഇല്ല എന്നുള്ള. അതുപോലെ തന്നെ നമ്മൾ കേക്ക് വാങ്ങി വെച്ചതിന് ശേഷം കേക്ക് പാകമായതിനു ശേഷം ഈ പൊന്തി വന്നിരിക്കുന്നത് അതേപടി താന്നു പോകുന്നു. അങ്ങനെ താന്നു പോകുന്നതായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനത്തിന് ഗുണനിലവാരം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ബേക്കിംഗ് പൊടിയുടെയും സോഡാപ്പൊടിയുടെയും അനുപാതം എന്ന് പറയുന്നത്. 1 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്താൽ മതി. അതല്ല എങ്കിൽ അതിൻ്റെ അനുപാതത്തിൽ വ്യത്യാസം വരികയും നമ്മൾ കഴിക്കുന്ന കേക്കിൽ അത് പൊങ്ങി വരികയും താന്നു പോകാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ പോലും അതിൻ്റെ രുചിയെ നേരിയ തോതിൽ അത് ബാധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്ക് നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മറ്റ് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർക്കാം. 1 നുള്ളു ഉപ്പാണ് സാധാരണ പരമാവധി 1/4 ടീസ്പൂൺ. ഉപ്പിൻ്റെ അളവ് നമ്മൾ ക്യാരറ്റ് മറ്റ് പഴങ്ങളൊക്കെ ചേർക്കുന്ന കേക്കുകളൊക്കെ ആണ് എങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അത് 1 ടീസ്പൂൺ വരെ ഉപ്പിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതല്ലാത്ത സമയത്ത് 1 നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. അല്പം പാല് നമുക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. അത് നമ്മൾ എല്ലാ പൗഡറുകളും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ തിക്നെസ് വളരെ കൂടുതലായിട്ട് തോന്നുന്നുവെങ്കിൽ അല്പം പാല് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് അതിനെ അല്പം ലൂസാക്കാം. പാകത്തിന് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നീട് പാല് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് ശേഷം നമ്മൾ മറ്റ് കേക്കുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത് സാധാരണ ഉണ്ടാക്കുന്ന കേക്കാണ്. ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് ഒരേ രീതിയിൽ പൊങ്ങി വരുന്നതിന് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പോരായ്മ, അത് ഒരേ രീതിയിൽ പൊങ്ങി വരുന്നില്ല. ചില സ്ഥലത്ത് കൂടുതൽ പൊങ്ങിയിരിക്കുന്നു, ചില സ്ഥലത്ത് കൊഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളതിൻ്റെ മിക്സിങ് ശരിയാകാതെ വരുമ്പോഴാണ്. അതിൻ്റെ പൗഡറായിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഉദാഹരണത്തിന് നമ്മുടെ മൈദാപ്പൊടി, പഞ്ചസാരപ്പൊടി, അതുപോലെ തന്നെ അങ്ങനെയുള്ള പൗഡറുകളെല്ലാം
അതിൻ്റെ അത് ഏതെങ്കിലും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മസാലപ്പൊടി അല്പം ചേർക്കുന്നുണ്ട്. മസാലപ്പൊടി, സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചില കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചേർക്കുന്ന സമയത്ത് ഈ പൗഡറുകളെല്ലാം കൂടി നമ്മളൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രോപ്പറായിട്ടുള്ള മിക്സിങ് നടക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നമ്മൾ അരിപ്പിക്കകത്തേക്കിട്ട് നമ്മളൊരു 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്ന സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും എല്ലാം എല്ലാ ഭാഗത്തും ഒരുപോലെ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ കൂടുതലായിട്ട് കിടക്കുന്നുവെങ്കിൽ ആ ഭാഗം കൂടുതലായിട്ട് പൊങ്ങി വരും, അല്ലെങ്കിൽ അടുത്ത ഭാഗം താന്നു വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ കേക്ക് നിർമ്മിക്കുന്ന സമയത്ത് ഓവനിൽ വെച്ചുണ്ടാക്കുന്ന സമയത്ത് അത് പൊങ്ങിയും താന്നും ഇരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ തന്നെ നമ്മൾ കേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവനിലേക്ക് വെക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പാത്രത്തിലേക്ക് മാറുന്ന സമയത്ത് ആ പാത്രത്തിലേക്ക് എത്ര ഒഴിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ പാത്രത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രം നിറച്ചാൽ മതിയാകും. ബാക്കിയുള്ള ഭാഗം കേക്ക് പൊങ്ങി വരേണ്ട ഭാഗമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഒഴിക്കുന്ന പാത്രത്തിൻ്റെ വിസ്താരം കുറവാണെങ്കിലോ അല്ലെങ്കിൽ മുകളിൽ ബേണറുള്ളത് അത് ഓഫാക്കി നിർത്തേണ്ട ഓവനുകളാണ് എങ്കിലോ, അങ്ങനെയുള്ള 2 സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് മോൾ ഭാഗം പൊട്ടി വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പൊട്ടി വരുന്നു എന്ന് കണ്ടാൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ആ കേക്ക് പൊങ്ങി വരുന്നതിനാവശ്യം വിസ്താരം ആ പാത്രത്തിനില്ലായിരുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ മുകളിലത്തെ ബേണർ ഓഫാക്കിയിടേണ്ട ടൈപ്പിലുള്ള ഓവനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വെക്കുന്ന പാത്രം ഏത് വലിപ്പത്തിലുള്ള പാത്രം വെക്കണം, ആവശ്യത്തിന് പൊങ്ങി വരാൻ മാത്രം വിസ്താരമുള്ള പാത്രമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ല എങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം എല്ലായ്പ്പോഴും പൊട്ടി വിടന്ന് അല്ലെങ്കിൽ കരിഞ്ഞതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയായിട്ട് മാറുകയും ചെയ്യും. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കേക്ക് ഓവനകത്ത് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടി വിരിയുന്നു അല്ലെ കരിയാൻ തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കേക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാരും വിചാരിക്കേണ്ട. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കേക്കിന് നടുഭാഗം വേകുകയില്ല, അത് ആ മാവിൻ്റെ പരുവത്തിൽ നിൽക്കുകയേ ചെയ്യുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും വെന്തിട്ടുണ്ടാവും, അത് കരിയുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുമുണ്ട്. എന്നാൽ നടുഭാഗം കേക്ക് ആവശ്യമായ അളവിലേക്ക് വെന്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ആ കേക്ക് പുറത്തെടുത്തതിന് ശേഷം, പിന്നീട് അത് ഓവനിരുന്നത് ശരിയാകില്ല, പുറത്തെടുത്തതിന് ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ചാൽ മതി. അവിടെ സ്റ്റീമിലിരിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ചൂട് കിട്ടുന്നത് കൊണ്ട് അവിടെ കരിയുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേവാതിരുന്ന ഭാഗം കൂടി നന്നായിട്ട് വെന്ത് വരുന്നതിന് കാരണമാകും. പക്ഷേ കേക്കിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഡ്രൈനെസ്സും ഭംഗിയും ആകൃതിയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കും എന്ന് മാത്രമേ അതിനൊരു ദോഷമായിട്ട് ബാധിക്കുന്നതായിട്ടുള്ളൂ. പക്ഷേ കേക്ക് നമുക്ക് നഷ്ടപ്പെടില്ല. നമുക്ക് വീട്ടിലുള്ളവർക്ക് കഴിക്കുന്നതിനുള്ളൊരു കേക്കായിട്ട് അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേക്ക് നിർമ്മാണത്തിൻ്റെ ബാലപാഠങ്ങൾ ഒരു ക്ലാസ്സിൽ തന്നെ പോയി പഠിച്ച് നമ്മൾ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ല വീഡിയോയിലെ ക്ലാസ് കേട്ടതുകൊണ്ടോ മാത്രം കേക്ക് നിർമ്മാണത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രാവീണ്യം ഉണ്ടാകില്ല. അത് അടിസ്ഥാനപരമായിട്ട് പ്രാവീണ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു നല്ല കേക്ക് നിർമ്മാണം നടത്തുന്ന സ്ഥാപനത്തിൽ പോയി തന്നെ കേക്ക് നിർമ്മാണം പഠിക്കുക. പഠിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മുടെ തലത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെല്ലാം നമ്മൾ വരുത്തേണ്ടത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, 4 സാധനങ്ങളാണ് പ്രധാനമായിട്ടൊരു കേക്ക് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന: മൈദാപ്പൊടി, പഞ്ചസാരപ്പൊടി, മുട്ട, ബട്ടർ. ഈ പല സാധനങ്ങളും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താറുണ്ട്. ഒന്നുകിൽ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് എണ്ണ കൊണ്ടുവരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതിൽ വരുത്തേണ്ട ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ച് എണ്ണയില്ലാത്ത കേക്കുകൾ, ബട്ടറില്ലാത്ത കേക്കുകൾ, മുട്ടയില്ലാത്ത കേക്കുകൾ, അങ്ങനെയുള്ള കേക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബേസിക്കായുള്ള സാധനങ്ങളിൽ ഒന്ന് മാറ്റിയിട്ട് അടുത്ത സാധനം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അടിത്തറ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടത്. അടിത്തറയില്ലാതെ തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് നിർമ്മാണ പരിപാടി വിജയിക്കുന്നതിന് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച്, സ്വദേശിയാണെങ്കിൽ മാസത്തിൽ ഒരു 3 മാസത്തിലൊരിക്കൽ
കേക്ക് നിർമ്മാണത്തിന് പരിശീലനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേക്ക് ഡെക്കറേഷന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പരിശീലനം നടത്തുന്നുണ്ട്. കേക്ക് പരിശീലനം നന്നായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് ഡെക്കറേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഡെക്കറേഷനും കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. വെറുതെ ഒന്ന് ഡെക്കറേഷൻ നടത്തുന്നതായിട്ട് കണ്ടതുകൊണ്ട് മാത്രം, അല്ലെ പഠിച്ചത് കൊണ്ട് മാത്രം കേക്ക് ഡെക്കറേഷൻ ആകുന്നില്ല. ആ ഡെക്കറേഷന് വേണ്ടി, ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് പരിശീലനം പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ട്. ആ കോഴ്സിലും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കേക്ക് നിർമ്മാണം ഇന്ന് വളരെ ലാഭകരമായിട്ട് വീടുകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മുടെ അതാത് പ്രദേശത്ത് അവരുടെ വീടുകളിലേക്ക് കേക്ക് നിർമ്മിക്കുന്നതിന്, കേക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് സാധിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗികമായ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുന്ന സമയത്ത് ഇതുപോലുള്ള വീഡിയോ സ്വദേശി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വന്നോളും. ഇന്ന് ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.